ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുള്ളേ ഞങ്ങൾ മൈലാഞ്ചി കേട്ടോ. എനിക്ക് നാളെ പരിപാടി ഉണ്ട്, ഞാൻ ആ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നാളെ പരിപാടി ഉണ്ട്, അതിനുവേണ്ടി മൈലാഞ്ചി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാനൊരു മൈലാഞ്ചി ഫാനാണ്, എനിക്ക് മൈലാഞ്ചി ഇടുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ കൂട്ടത്തിലുള്ള ഒറ്റ ഒന്നിനും മൈലാഞ്ചി ഇടാൻ അറിയില്ല. ആകെ പോലുള്ളത് സ്റ്റെൻസിൽ വാങ്ങുക, മൈലാഞ്ചി ഇടുക. അത് ആ ഫോൺ. അപ്പോൾ മൈലാഞ്ചി ഇട്ട് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന്, യാസിൻ്റെ കല്യാണത്തിന് മൈലാഞ്ചിയൊക്കെ ഇടാൻ ഭയങ്കര ആഗ്രഹിച്ച ഒരാളാട്ടോ. ഞാൻ ആർട്ടിസ്റ്റിനെ കൊണ്ടൊക്കെ ഇടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നടന്നില്ല. കാരണം ജൂലൈ 28 ഓൻ്റെ നിക്കാഹ്. അപ്പം ഞാൻ എന്താക്കി, സ്റ്റെൻസിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങളെ റിസപ്ഷൻ പരിപാടിക്ക് ആളെ വെച്ചിട്ട് മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്ത് ചെയ്യാനാ, എല്ലാവർക്കും അറിയായിരിക്കും ജൂലൈ 31 ഉരുൾപൊട്ടി പ്രളയം വന്നു. അപ്പോൾ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു, റിസപ്ഷൻ നടത്തുന്നില്ല എന്നുള്ളൊരു തീരുമാനം ഞങ്ങളെടുത്തു. അങ്ങനെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, നമ്മളൊരു ബ്രദറിൻ്റെ മാരേജ്. ഞാനൊക്കെ ആഗ്രഹിച്ച് ഡ്രസ്സ് വാങ്ങി, പക്ഷേ അതൊന്നും കിട്ടിയില്ല. പക്ഷെ എന്ത് ചെയ്യാൻ, ആ സമയത്ത് നമുക്ക് പരിപാടി നടത്താനുള്ളൊരു മനസ്സും ഇല്ലായിരുന്നു കേട്ടോ. കാരണം ഇവിടെ കണ്ടില്ല, അതാണ് ചൂരൽമല റോഡ് കേട്ടോ. അതിലൂടെ ഇങ്ങനെ ആംബുലൻസ്, ഇങ്ങനെ എത്ര ആംബുലൻസാന്നറിയാം. നമുക്ക് ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല, കാരണം എന്താ പറയുക, ടെൻഷൻ ഇങ്ങനെ കയറിയിട്ട് ആംബുലൻസ് ഇങ്ങനെ പോവല്ലേ. പിന്നെ ഇനിയിപ്പോൾ ആ ഡ്രസ്സ് ഞാൻ ഇനിയിപ്പുറത്ത് ഏത് കയ്യിലും ഇത് ആ ഡ്രസ്സ് ഞാൻ മതിവിളെ ആ ഡ്രസ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ ജാഫർഖാൻ്റെ അനിയൻ്റെ കല്യാണം ഉണ്ട്, അപ്പം ഇവരൊക്കെ ഡ്രസ്സ് വാങ്ങും, ഞാൻ ഡ്രസ്സ് വാങ്ങുമല്ല. എനിക്ക് ലാഭമായി, കുറച്ച് മുകളിലേക്ക് കിട്ടും അങ്ങനെ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് അതും ഒറ്റ മിനിറ്റ് ഗൈസ്, ഞാൻ നടുവിലേക്ക് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകട്ടോ. യാസീൻ എന്നെ കൂട്ടാൻ വരും. ഇന്ന് ഞങ്ങൾക്ക് തറവാട്ടിൽ ഒരു നാളെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നാട്ടിലുള്ളവരൊക്കെ ഇന്ന് വരും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇന്നൊരു ഗെറ്റ് ടുഗദർ ആക്കാം തറവാട്ടിൽ. അപ്പോൾ ഇന്ന് തറവാട്ടിൽ ഒരു ഫാമിലി മൊത്തം ഒരു ഗെറ്റ് ടുഗദറാണ്. അപ്പം അവിടുത്തെ വീഡിയോസ് ഞാൻ അങ്ങനെ എടുക്കലുണ്ടാവില്ല, കാരണം ചിലവർക്ക് വീഡിയോയിൽ വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ആ വീഡിയോസൊന്നും ഞാൻ എടുക്കുന്നില്ല. വേണം ജസ്റ്റ് ഒരു ഇങ്ങനെ ക്ലിപ്പ് പോലെ ഇങ്ങനെ കാണിക്കാം. ഫുഡ് കഴിക്കുന്നത്, ഗെയിംസൊക്കെ ഉണ്ട് പറഞ്ഞു. യാസീൻ്റെ വക ട്രോഫിയൊക്കെ ഉണ്ട്, യാസീൻ വ്ളോഗ്സ് എന്നൊക്കെ എഴുതിയ ട്രോഫിയൊക്കെ ഉണ്ട്. ഓരോ ട്രോഫി സ്പോൺസർ ചെയ്യുന്ന ആൾ. അതൊക്കെ ഞാൻ പുറകെ പോയിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞങ്ങൾ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ ഫിദാന്ന് ഇതല്ല, എന്താ ഇഷ്യൂ? എന്നെ വെറുതെ ഇരുത്തിയതാ, സംസാരിച്ചോട്ടെ എനിക്ക്. ഈ പറവളെ അതാ അവിടെ തായന്ന് ലൂയി ദീദീന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ കമൻസ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട്. ഉമ്മച്ചി ഫാൻസ് ഉണ്ട്, ജാഫർക്ക ഫാൻസ് ഉണ്ട്, എല്ലാവർക്കും ഫാൻസ് അയക്കണേ. എനിക്ക് മാത്രം ഫാൻസ് ഇല്ല. പിന്നെ എന്താ? അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ മൈലാഞ്ചി ഇടുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു, തറവാട്ടിൽ പ്രോഗ്രാമിന് പോകുന്നു. ജാഫർക്ക് രാത്രിയേ വരുള്ളൂ, ഷോപ്പ് അടച്ചിട്ട്. അതുകൊണ്ടാണ് പിന്നെ യാസീൻ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, ഇതിട്ടിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇത് അത് ഇട്ടിട്ട് ഞാൻ പോണ സമയത്ത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഉള്ളിലിടണോ? ഇപ്പം ഇടുന്നില്ല. ഉള്ളിൽ പെടണോ? ഹാർട്ട് ഷേപ്പ്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ബൈ. ഞാൻ പോവാ, എന്നെ ഇറക്കി വിട്ടവര്. പെട്ടി അടിച്ചു കൊടുക്കേ. ഇനി ഒരു ദിവസമാണെങ്കിലും ഒരു രാത്രിക്കാണെങ്കിലും ആകെ ഒരു ദിവസത്തേക്ക് പോണതാണ് ഗൈസ്. പക്ഷെ എനിക്ക് 4 പരിപാടി ഉണ്ട്, അത് നിങ്ങൾ അറിയണം കേട്ടോ. ഞങ്ങളെ കുഞ്ഞാമപ്പ കൂട്ടാൻ വരും കേട്ടോ. അവനിപ്പോ എത്തുമായിരിക്കും. ഇങ്ങോട്ട് നിക്കേ, ഇതാ മാമൻ വരുന്നുണ്ട്. ഇങ്ങോട്ട് മാറേ, ലൂയിപ്പ മാറേ. താത്ത സങ്കടം ഉണ്ടോ? ഇതാണ് ഞങ്ങളെ ഇവിടുത്തെ താത്ത കേട്ടോ.
താത്താന്റെ പേര് പറയാത്ത? താത്താന്റെ പേരാണ് ആമിന. ഏതാ താത്താന്റെ വീട് എവിടെയായിരുന്നു? നെല്ലിമുണ്ട് കേട്ടോ വീട്. അപ്പൊ ഞാൻ വീട്ടിൽ പോവുകയാണ്. കണ്ടില്ലേ നേരത്തെ ഇത്രയും കവർ ഒരു ദിവസത്തിന് എന്താ ഇതിലെന്താണ്? ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഞാന് ജാഫർക്ക എന്റെ 2 കുട്ടികള്, ഇത് മൊത്തം എന്റത്, ഇതും എന്റത്. നാളെ ഇങ്ങോട്ട് തിരിച്ചു വരൂലേ? നാളെ വരും, എന്നാലും ഇതും എന്റത്. അയ്യോ എന്തൊറ്റി? അത് എപ്പോഴും അങ്ങനെ തന്നെ. ഒരാഴ്ചക്ക് അങ്ങനെ പോവും. അതെ, എനിക്ക് ഇനിയിപ്പോ ഇന്ന് രാത്രി പോവാണെങ്കിൽ നാളെ രാവിലെ വരികയാണെങ്കിലും എനിക്കൊരു എക്സ്ട്രാ 2 ജോഡി ഡ്രസ്സ് നിർബന്ധം. കാരണം ചിലപ്പോ നമുക്ക് ഡ്രസ്സ് ഇട്ടാൽ കോൺഫിഡന്റ് കിട്ടൂല. അത് കോൺഫിഡന്റ് കിട്ടൂല എന്നല്ല, പ്രത്യേകിച്ച് എന്റെ ഉമ്മ ഇട്ടാ പറയൂ ഒരു ജോലി ഉണ്ട് അറിയും കൈജിയില്, അപ്പൊ അത് മാറ്റും. അപ്പൊ അതിന് നമുക്കിങ്ങനെ കരുതണല്ലോ. ഞാൻ അവിടെ പുരയിലൊന്നും വെക്കാറില്ല. ഒരു ഡ്രസ്സ്, വീട്ടിലിടുന്ന ഡ്രസ്സ് പോലും എന്റെ വീട്ടിൽ വെക്കൂല. അപ്പൊ ഇപ്പൊ യാസീന് വരും. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. പോകലും ഒരാഴ്ചക്ക് പറഞ്ഞിട്ട് പോകും, 3-ാം ദിവസം ഇവിടെ തിരിച്ചെത്തും. അതെന്തുകൊണ്ടാ? ഇവരോടുള്ള സ്നേഹം കൊണ്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതാ അതാ യാസീൻ ബ്ലോഗ് വന്നു. ഞങ്ങൾ വീഡിയോ എടുക്കുകയാണ്. യാസീൻ എങ്ങനെ തിരിക്കുന്നോ? അപ്പൊ ഗൈസ് എന്നെ കൂട്ടാൻ വന്നു, ഞാൻ പോവുകയാണ്. ഞാൻ അമ്മച്ചിനോട് യാത്ര പറയട്ടെ. റൂബ ഓനെ ഇങ്ങോട്ട് കേറുമ്പോ ആ ഗേറ്റ് ഒന്ന് ഇറക്കിട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പോവാണേ. പോയിട്ട് വരാം. എല്ലാരും വീഡിയോക്ക് വേണ്ടി കെട്ടിപ്പിടിക്കണേ. അല്ല അങ്ങനെയൊന്നും അല്ല കേട്ടോ. പോയിട്ട് വരാം. ഇഷു ഞങ്ങൾ ഇവിടെ വരുന്നുണ്ടോ? ദീദിക്ക് കൊടുത്ത ദീദിക്ക് കൊടുക്ക്. ഈ മുന്നിൽ കയറി കൈസി. ആ നിക്ക് ലൂയി, നിക്ക്. അപ്പൊ ശരി ഗൈസ്, എവിടെ എത്തിയിട്ട് കാണാം. കൊടുക്കേ, കാണട്ടെ. മടിയോ? സ്നേഹമായ ഭർത്താവ്. ടേസ്റ്റ് ഉണ്ടോ? ഭർത്താവ് തരുന്നതിന് ടേസ്റ്റ് ഉണ്ടോ? എന്താ ഇതായിന്ന് കഴിച്ചു, മാമ വാരി തരും. ഐസിന് ഞാൻ വിളമ്പാ, നീ ഇരുന്നോ. ഐസിന് ഞാൻ ഒന്നിൽ കഴിച്ചോളൂ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇവിടെ എത്തി. വരുന്ന വഴിക്ക് കുറെ സംഭവങ്ങളുണ്ടായി. ഭീഷണിപ്പെടുത്തുക. എന്താ ചിങ്കു? ഒന്നുകൂടി ചോദിക്കേ. ആ പറയ്, എന്തിനാ വാരി കൊടുക്കുന്നേ? ഓഹോ, പ്രൊമോഷൻ ചെയ്ത്. നോക്കട്ടെ അമ്മായിന്റെ നോക്കട്ടെ, അമ്മായിന്റെ. ഓ അമ്മായി പിന്നെ ഇതാ എന്താണ് ഫേഷ്യൽ ചെയ്തു, ഹെയർ ബ്ലോ ഡ്രൈ ചെയ്തു. അപ്പൊ നീ ഇനി എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ കഴിക്കുക ചിങ്കു? എന്ത് ചിങ്കു എല്ലാ ദിവസവും ഇങ്ങനെ കഴിക്കുക? അപ്പൊ എത്ര ദിവസം ഉണ്ടാവും? അല്ലേ സീരിയസ്ലി? നമുക്കില്ലേ ഞാൻ പറഞ്ഞു എനിക്ക് എല്ല് ഷാർപ്പൻ ചെയ്യുന്ന സ്വഭാവം ഉണ്ട്. എല്ല് പീസ് അണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് എല്ല് വേണമെന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു ഇതാ എല്ല്. അല്ല ഞമ്മക്കില്ലേ രാത്രി പുറത്തു പോയി ഫുഡ് കഴിക്കാട്ടോ. അല്ല രാത്രി പുറത്തു പോയി ഫുഡ് കഴിക്കാം. അല്ല ഏതെങ്കിലും ഒരു ദിവസം നാളെ ഉച്ചക്ക് ഇതല്ലേ. എന്നിട്ട് ഈ വാരിയൊക്കെ ഹോട്ടലിലൊക്കെ പോയി എങ്ങനെ വാരി കൊടുക്കുമല്ലോ. ഇതെന്തായാലും ഇപ്പൊ നാളെ ഉച്ചക്ക് വരൂലല്ലോ. ലൂയി, ഓ മൈ ഗോഡ്, നീ എന്ത് ചെയ്യുന്നേ? ഇന്ന വേണോ? ബാ. ആരാ വാരി തന്ന ലൂയി? അതാ തുപ്പി. ഇഷ്ടമില്ല, പയറൊന്നും എനിക്ക് ഇഷ്ടമില്ല, ചോറ് മാത്രം. ഫുഡ്. അപ്പൊ ഗൈസ് എന്താ ഫുഡിന്റെ സ്പെഷ്യൽ പറഞ്ഞു കൊടുത്താ? തോരൻ, മുട്ട, അച്ചാറ്, സാമ്പാർ. അപ്പൊ ഞങ്ങള് ഫുഡ്
എന്താ ആരുണ്ടാക്കിയതുണ്ടാ? മമ്മ എല്ലാം മുട്ട ഉണ്ടാക്കിയേ. ആയിഷ ഉണ്ടാക്കിയേ. ഓ എന്ത് സാധന നോക്ക്. മമ്മ ഉണ്ടാക്കിയത് കൊണ്ട് മുട്ട രസം ഉണ്ടാവൂല. അതുകൊണ്ട് രസമില്ല. ഞാനാ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് എന്താ പറയണത്? അപ്പൊ ഗൈസ് ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ഗൈസ് ഹലോ ഗൈസ്, ഇൻട്രോ അല്ല ഇൻട്രോ കഴിഞ്ഞു. നിന്റെ കണ്ണിന്റെ അവിടെ എന്താ? ഉയരം ഗസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോ ഉയരത്തിൽ ഐസ് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോ വയനാട് നല്ല മഴയും അത് മാത്രല്ല നമുക്ക് വയനാടിന്റെ മേലെ ഇരിക്കാം. വയനാടിന്റെ മേലെയോ? ഐസി ഒരു ദിവസം പറഞ്ഞു കുന്നിന്റെ മേലെ ഇരുന്ന് അപ്പൊ ഉയരം കൂടും ചായന്റെ മഴയും. അത് പരസ്യാണ് മോഹൻലാലിന്റെ. അതന്നെ ഇത് സത്യല്ലേ. ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ഗെറ്റ് ടുഗദർ ഉണ്ട് എന്നുള്ളത്. 3 മണിക്കാണ് സ്റ്റാർട്ടിങ്. 5:20 എല്ലാരും എത്തട്ടെ. ആരും എത്തിയിട്ടില്ല. അപ്പൊ ആയിഷന്റെ വക ആയിഷ 4 കുറച്ച് ചായ വെച്ച് തന്നു, കടികൾ ഉണ്ടാക്കി തന്നു. പറയൂ യാസിൻ ബ്ലോഗ്സ്. യെസ് ആയിഷ ഇപ്പം ഇവിടുത്തെ മരുമോളായിട്ട് ആയിഷയാണ്. പിന്നെ ഞങ്ങള് നോക്കുമ്പോ ഞാന് കുഞ്ഞാവ ശിങ്കു വീഡിയോ എടുക്കാം. പാവ ആയിഷ പോയിട്ട് എല്ലാവർക്കും ചായയൊക്കെ വെച്ച് തന്ന് കൊണ്ടുപോകും. എന്താ ആയിഷ മിണ്ടാട്ടെ? രക്ഷപ്പെട്ടു. നേരത്തെ ഞാൻ ട്രോഫി കൊറേ തെരഞ്ഞാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സ്വന്തം SP ആയിട്ട് സ്വന്തം പേരിൽ ട്രോഫി അടിച്ചു കൊടുക്കുന്നേ? ഇന്ന് അവന്റെ വക കേട്ടോ. കുറച്ച് ഗെയിംസ് ഇന്ന് പരിപാടിക്ക് വന്ന ആയിഷ വരാ നിന്റെ പേര് ലിസ്റ്റിലുണ്ട്. ഗസ്റ്റ് നിന്റെ പേര് ആയിഷ വരാത്തത് കൊണ്ട് എന്താണ് എന്റെ കുട്ടി വരുന്നില്ല. ഐഷക്ക് കൂട്ടിരിക്കാം. അവൻ വരുന്നില്ലേ? വരണ്ട. അവന് കമ്പ്യൂട്ടറിന്റെ എക്സാമിനുള്ളത് ഇന്ന് പഠിപ്പിച്ചു കൊടുക്കണം. 2 ചാപ്റ്റർ. ഞാൻ വന്നിട്ട് ക്വസ്റ്റ്യൻ ഇത്ര നേരം അവനില്ലായിരുന്നു, ഞാനുണ്ട്. അപ്പൊ ഗൈസ് ശിങ്കു പറയൂ. ശിങ്കു നീ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്റെ വീഡിയോ കാണുന്നത്. താങ്ക് യു മുത്തേ. അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. കുറച്ച് തുപ്പി വെക്കുന്നില്ല. ഇപ്പൊ ക്യാമറ ഓൺ ആക്കിയോണ്ടോ? അല്ല, ഞങ്ങൾ തറവാട് എന്ന് പറയുന്നത് ഇതാ. ഇതിലൂടെ ഷോർട്ട് വഴിയുണ്ട്, പക്ഷെ അതിലൂടെ പോയാൽ അട്ട കടിക്കും. ഇതിലൂടെ നടന്ന് ഇങ്ങനെ ചുറ്റി പോകണം. ഞങ്ങൾ കാറി പോകണം. ഞാൻ ഇവനോട് നിർബന്ധിക്കുന്നുണ്ട്, യാസിനോട്. മഴയില്ല, ഈ മോനെ കൊണ്ട് ഞാൻ എങ്ങനെ പോവാ? ഇല്ലടി, റോഡിൽ പോയാൽ അവിടെ സ്ലിപ്പായി വീഴും. നമ്മന്ന് പോയാൽ ഒറ്റയ്ക്കാണ് കുഴപ്പമില്ല. അല്ല, നമ്മൾ ഒറ്റയ്ക്കാണ് കുഴപ്പമില്ല. ഇതിനെടുത്തോണ്ട് പോകണ്ടേ? അതിന്റെ ഫേസ് അതിന്റെ എംബ്ലം ഒക്കെ എംബ്ലം ഭാവി ലൂയി ഇങ്ങനെ പോകും. ശിങ്കുന്റെ എംബ്ലം, എന്റെ എംബ്ലം, അതെന്റെ ശീല. ഈ പെണ്ണ് ലിപ്സ്റ്റിക് കൊണ്ട് മാറി പൊത്തും, എന്നിട്ട് അവന്റെ മുഖത്ത് പോയിട്ട് ഇവിടെ ഉമ്മ വെക്കും, ഇവിടെ എന്നിട്ടോ അത് മയക്കാൻ സമ്മതിക്കൂല എന്നെ കൊണ്ട്. ഒക്കെ എടുക്കണം, അല്ല കാണണം എപ്പോഴും. എനിക്ക് എപ്പോഴും കാണാം. അതേപോലെ എനിക്ക് അവക്കട പറിച്ചൊരു ഇപ്പോഴാണ് മഴയത്ത് ഇറങ്ങുന്ന ആളല്ലേ, എനിക്ക് പോകുമ്പോൾ നോക്കണം. ഇന്നത്തെ ഇവിടെ പ്രോഗ്രാം കഴിഞ്ഞാൽ നാളെ മുതൽ ഞങ്ങൾ സാരി എടുക്കും. രാവിലെ അരിക്കുത്തിന്, ഉച്ചക്ക് ഹൽദി എടുക്കും. അടി നിൽക്കണ കുറച്ച് മതി തെരുവിലെന്നല്ല, ഞാൻ വെച്ച് തെരുവിലെന്നാണ്. ഞാനൊരു യെല്ലോ ഡ്രസ്സ് ഹൽദിക്ക് ഇടാൻ വേണ്ടി ഓർഡർ ചെയ്തു കേട്ടോ. ജൂലൈ 6 ഓർഡർ ചെയ്തതാ. ഇതുവരെ അത് പച്ചക്ക വന്ന് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പച്ചക്ക നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടുന്ന് ഹായ് കാണിക്കുന്നുണ്ട്. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പച്ചക്ക ഫൈസൽ ആലമ്പാടി, ആലമ്പറ്റല്ല ആലമ്പാടി. ഇനിയിപ്പം ഇതായിട്ടുണ്ടാവും, നോക്കാം. അപ്പൊ ഗൈസ് ഇന്നത്തെ എന്താ പറയാ, ചിലപ്പോ ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ, ഇന്നിവിടെ സ്റ്റേ ചെയ്യും. അപ്പൊ ഞാൻ ഇതിങ്ങനെ പറച്ചില് മാത്രമേ ഉള്ളൂ. കെട്ടിയാൻ വന്നാല് കെട്ടും കട എടുത്ത് ഇങ്ങനെ പോകും. 10 ദിവസം നിറഞ്ഞു വരും. 1ാമത്തെ ദിവസം മക്കളെയും പറിക്കാൻ. ഒരു മിനിറ്റ് നാളെ തൃശ്ശൂർ പോയാലോ? ഒരു 10 ദിവസത്തിന് പോയി നിക്കാം. ഉറപ്പാണോ? പഠിക്കാണ്ട് പഠിക്കാം. അല്ല,
ഞാൻ രക്ഷപ്പെട്ടു. എന്നെ വിട്ട് പിരിയ മുടിയാതെന്നാ പറഞ്ഞത്. ഓളെ മാറ്റി ഞാൻ രക്ഷപ്പെട്ട് നിൽക്കിയത്. 10 ദിവസം അവിടെ പോയി നിന്നാ മതി. നീ 10 ദിവസം നീ അവിടെ പോയി നിന്നാലും നീ പറയുന്ന ദിവസം ഞാൻ അവിടെ വന്നു. എത്ര ദിവസം വേണമെങ്കിൽ. 10 ദിവസം ആ ഇപ്പൊ ഞങ്ങളെ ഈ ഐസിയില് ആ വെല്ലുവിളി ഇവളെ ഏറ്റെടുക്കുകയാണെങ്കിൽ നീ പാടില്ല നീ ഓക്കെ ഇവൻ പാടില്ല. ആ നീ യാസിൻ ഇല്ലാണ്ട് 10 ദിവസം തൃശ്ശൂര് പോയി നിന്നല്ലോ. 2 മാസം നിക്കാൻ പോവാ. Seriously? ആ നിന്നാല് നീ പറയുന്ന അത്രയും ദിവസം ഞാനിവിടെ ഓക്കെ. 2 മാസം ഉണ്ട്. ആ വേറെ റൈഡ് നോക്കാം. ഉണ്ട പോയി എന്നാലും ഓൻ പോയാലും നീ ഇവിടുന്ന് പോവില്ല. ഏതാ സാധനം അറിയോ? അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണുള്ളത്. വൈകിട്ടപ്പല്ലേ നൈറ്റ് എന്താ പറയാ ക്ഷീണിച്ച് വന്നിട്ട് വീഡിയോ. ആ പിന്നെ എന്നെ സ്നേഹിക്കുന്ന കുറെ പേരുണ്ടെന്ന് പറഞ്ഞു. ആ താങ്ക് യു. അപ്പൊ ഇനി നാളെ എന്താണ് പറഞ്ഞ പോലെ പറയും എല്ലാരും കണ്ടോളൂ. വയനാടിന്റെ പച്ചപ്പും ഹരിതാപവും വെള്ളവും. വെള്ളവും മഴ വെള്ളവും തുള്ളി തുള്ളിയായി പെയ്യുന്നുണ്ട്. ഇന്നലെ തുടങ്ങി. കാറിൽ പോവാ കാറിൽ തന്നെ പോകുന്നു. ഞാൻ നടക്കൂല. താങ്ക് യു. ചിങ്കുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാറിൽ തന്നെ പോണം. കാറിൽ തന്നെ ഞാൻ അന്ന് ഞാൻ ലൂയി സ്ലിപ്പായി. ഞങ്ങൾ പിച്ച വെച്ച് നടന്നിട്ടാ വന്ന. ഐഷനോട് വെച്ച് ചോദിക്കാം. അപ്പൊ വൈൻഡപ്പ് എന്തായാലും രാത്രി കഴിഞ്ഞ് വരുമ്പോഴേക്കും എനിക്ക് തോന്നണേ 11 മണിയാവും. ഇവൻ ഉറങ്ങിയിട്ടുണ്ടാവും, നമ്മൾ ടയേർഡ് ആയിട്ടുണ്ടാവും. നാളെ ഞങ്ങള് രാവിലെ വിളിച്ച് സാരി എടുക്കണം. അത് കഴിഞ്ഞ് വന്നിട്ട് സാരി എടുത്തരോ? ഞാൻ മേക്കപ്പ് സാധാരണ ഞാൻ മേക്കപ്പ് ചെയ്യാം. സാധാരണ നീ എണീക്കുന്നതിന് മുന്നേ ഞാൻ പോകും. ഇല്ല ഞാൻ മേക്കപ്പ് എങ്ങളെ നേരത്തെ കേക്കട്ടെ. ആ തള്ളു അത്രയും പുഷ് വേണ്ട. അതങ്ങൾ പോയി പോകും. ഇവിടെ നടന്നു അതിന്റെ മറുപടി. അത്രയും പുഷ് വേണ്ട. ആൾക്കാർ വിശ്വസിക്കൂല. 9 മണി എന്നുള്ളത് ഞങ്ങൾ എന്ത് ചെയ്താ ഒരു 6:30 ആക്കി കൂട്ടി കൊണ്ടുവരാം സമയം. അപ്പൊ നാളത്തെ വിശേഷങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ നാളെയും പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷെ ആ പ്രോഗ്രാംസിന്റെ ഒന്നും ഞാൻ ഇതിലിടൂല. ഞാൻ പറഞ്ഞില്ലേ പ്രൈവസി ഇഷ്യൂസ് ചിലവർക്ക് ഇഷ്ടപ്പെടൂല. പിന്നെ നമ്മൾ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ. നമുക്കും ഒരു ചിലപ്പോൾ അവരെന്താ പറഞ്ഞാല് പിന്നെ കളിക്കാം. അപ്പൊ ഗൈസ് ഞങ്ങളിത് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടന്നു. ഈ ശിങ്കുനെയും കുഞ്ഞാവിനെയും കൊണ്ട് എപ്പോ നോക്കിയാലും വള്ളി പിടിച്ച് ഒരു അടിയാണ്. എപ്പോഴും കച്ചറ എന്ത് പ്രശ്നം? ആ ഇവര് തമ്മിലുള്ള കച്ചറ ഞാൻ അടുത്ത എപ്പിസോഡിൽ ഇടുന്നതാണ്. ബാക്കിൽ കൂടെ ഒന്ന് ബ്ലോഗ് ഇടുന്നു. പെങ്ങള് റൂമിലൊരു ക്യാമറ വെക്കണം. ഇവര് റൂമിലൊരു ക്യാമറ വെക്കണം. ക്യാമറ. ഓക്കെ. അപ്പൊ ഗൈസ് ഇവര് അടി കൂടി ഉമ്മ പനി ആയതുകൊണ്ട് ഉമ്മ ഡോക്ടറെ കാണിച്ചിട്ട് വരട്ടോ. അപ്പൊ ഗൈസ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ലോങ് ആവാണ്. ഇവളും കുഞ്ഞാവിയും കച്ചറ കൂടുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ വീഡിയോ കാണുന്ന മുമ്പേ ബൈ ബൈ. ഇവര് ഇതൊക്കെ കിട്ടോ. ബെല്ലടിച്ച് പൊട്ടിക്കുക. അയ്യോ അപ്പൊ ഓക്കെ ബൈ ബൈ. Bye. ബൈ.